الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين صدق الله العلي العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ദീനീ ജാഗ്രതയോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കാരുണ്യത്തിൻ്റെയും കൃപയുടെയും വറ്റാത്ത ഉറവിടമായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചെറുതും വലുതുമായ അനുഭവങ്ങളോട് എന്ത് സമീപനമാണ് നാം സ്വീകരിക്കുന്നത്? സുഖസമ്പൂർണമായ അല്ലെങ്കിൽ ദുഃഖസാന്ദ്രമായ ധാരാളം അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കുടുംബത്തിൻ്റെ നായകൻ എന്ന നിലയിൽ, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ അനുഭവങ്ങളെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? പലപ്പോഴും അവയുടെ മുമ്പിൽ പകച്ചും പേടിച്ചും സ്തബ്ധരായും നിന്നുപോകാറുണ്ട് നമ്മൾ. പല അനുഭവങ്ങളുടെയും ആഘാതമേറ്റ് പിടഞ്ഞു പോകാറുണ്ട് നമ്മൾ. പലപ്പോഴും പല പ്രശ്നങ്ങളിലും വീണു പോകാറുണ്ട് നമ്മൾ. ഒരുപിടി ആശങ്കകളും പിരിമുറുക്കങ്ങളും ടെൻഷനുകളും അനാവശ്യമായ ആങ്സൈറ്റികളും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളിലും മഹാഭൂരിപക്ഷവും ഇപ്പറഞ്ഞ
ആശങ്കകളിലാണ്, മാനസികമായ ടെൻഷനിലും പിരിമുറുക്കങ്ങളിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പതുപതുത്ത മെത്തയിൽ കിടന്നിട്ടും ഉറക്കം വരാത്ത ഒരനുഭവമാണ് നമുക്കുള്ളത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻക്രിമെന്റിനെ കുറിച്ചും അവരുടെ സാലറിയെക്കുറിച്ചുമുള്ള ആശങ്കകൾ, അങ്ങനെ തുടങ്ങി ഒടുവിൽ അവരുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പഠനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനങ്ങളെക്കുറിച്ചുള്ള, പരീക്ഷയെ സംബന്ധിച്ചുള്ള, എഴുതിക്കഴിഞ്ഞ പരീക്ഷയുടെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ഒരുപിടി ഉത്കണ്ഠകൾ, മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച്, മക്കൾക്ക് അവരുടെ കൂട്ടുകാരെക്കുറിച്ച്, സഹയാത്രികരെക്കുറിച്ച്, സഹപ്രവർത്തകരെക്കുറിച്ചൊക്കെ ഈ ആശങ്കകളും ഉത്കണ്ഠകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ശാസ്ത്രീയമായിട്ട് സാങ്കേതികമായിട്ട് പുരോഗമിച്ചിട്ടും നമ്മുടെ സമൂഹത്തിൽ ഈ അർത്ഥത്തിലുള്ള അസ്വസ്ഥതകൾ പടരുക തന്നെയാണ്, ടെൻഷനുകൾ പെരുകുക തന്നെയാണ്. ഇത്തരമൊരു ശൂന്യതയിലാണ് പലപ്പോഴും വെളിച്ചം കാണിക്കാനെന്ന വ്യാജേന ഒരുപാട് കള്ളദൈവങ്ങൾ അവതരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയും, ആർട്ട് ഓഫ് ലിവിംഗ് പഠിപ്പിക്കുന്ന ജീവിക്കേണ്ടതെങ്ങനെയെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. എങ്ങനെയാണ് സ്ട്രെസ് നീക്കേണ്ടത്, എങ്ങനെയാണ് ടെൻഷൻ ദൂരീകരിക്കേണ്ടത്, എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾക്കും ആശങ്കകൾക്കും പരിഹാരം കാണാം. നിങ്ങൾ ഞങ്ങളെ സമീപിക്കൂ, ഞങ്ങളുടെ കേന്ദ്രത്തിൽ വരൂ എന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ നാട്ടിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അസ്വസ്ഥരായ മനുഷ്യർ, ടെൻഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു തുള്ളി സമാധാനത്തിന് വേണ്ടി ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ്. എത്രയോ വിചിത്രമായ പരിഹാരങ്ങളാണ് നമ്മൾ അവിടെയൊക്കെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം, നിങ്ങളുടെ അസ്വസ്ഥമായ മാനസിക വ്യഥകൾക്ക് നമുക്ക് മോചനം നൽകാം. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസമാണ് പ്രശ്നം, നിങ്ങൾ ഇങ്ങനെ ശ്വസിക്കണം, നിങ്ങൾ ഇങ്ങനെ നിശ്വസിക്കണം, നിങ്ങളങ്ങനെ ശവം പോലെ കിടക്കണം, പിന്നെ എഴുന്നേറ്റിരിക്കണം. ജനിച്ചതു മുതൽ ശ്വാസം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളെ ശ്വാസം കഴിക്കേണ്ടതെങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന അതിജീവന വിദ്യകൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, വേറെയും ഒരുപാട് കേന്ദ്രങ്ങൾ, ആത്മീയതയുടെ കേന്ദ്രങ്ങൾ, ത്വരീഖത്തുകളുടെ കേന്ദ്രങ്ങൾ, സിദ്ധന്മാരുടെ കേന്ദ്രങ്ങൾ, ഔലിയാക്കന്മാരുടെയും മശായിഖുകളുടെയും മഖ്ബറകളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യൻ അസ്വസ്ഥനാണ്. ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ആന്തരികമായ കരുത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ കേന്ദ്രങ്ങളിലേക്കൊക്കെ മനുഷ്യൻ ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ആയിരം ഫീസ് കൊടുത്തിട്ട് വേണം ഒരു കേന്ദ്രത്തിൽ ചേക്കേറാൻ, എത്ര കൊടുത്തിട്ട് വേണം ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിലൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ, ഒരു സ്വലാത്തിന്റെ ദിക്റിന്റെ ഹൽക്കയിൽ പങ്കെടുക്കുമ്പോൾ എത്ര പൈസ വേണം. മുമ്പൊരിക്കൽ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയതുപോലെ വമ്പിച്ച മഹാപ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നതിന്റെ പിന്നിൽ സാമ്പത്തികമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് നമുക്കിപ്പോൾ ബോധ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്വലാത്ത് ചൊല്ലാൻ, നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലുന്ന ഒരു സദസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥന നടത്തിത്തരാം, പക്ഷേ 313 ഉറുപ്പിക കെട്ടണം, എന്നിട്ട് രസീത് വാങ്ങണം. ഇങ്ങനെയുള്ള ഒരുപാട് മഹാസമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, മനുഷ്യൻ അസ്വസ്ഥനാണ്. ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരാണെന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ? ഒരു രോഗം വരുന്നു, തളർന്നു പോവുകയാണ് നമ്മൾ, എന്തോ നിലക്കൊരു തലവേദന വരുന്നു, വല്ലാത്ത അസ്വസ്ഥതയാണ് നമുക്ക്. ഒരുപക്ഷെ വളരെ നിസ്സാരമായിരിക്കാം പ്രശ്നം, എങ്കിലും നമ്മൾ വല്ലാതെ ബേജാറാവുകയാണ്. മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ സ്ഥിതി വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതുപോലെ വഖീല മർറാഖ്, ആരാണൊന്ന് മന്ത്രിച്ചൂരാൻ, എന്നെ ഒന്ന് തലോടാൻ? സാന്ത്വന ചികിത്സാ കേന്ദ്രങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇങ്ങനെ മനുഷ്യൻ അസ്വസ്ഥതയിൽപ്പെട്ട് ഉഴലുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ട് ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ടതെങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന കലകൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മറ്റൊരു കലയുണ്ട്, അതിജീവനത്തിന്റെ ഒരു കല. ആ കല കാലാകാലങ്ങളിൽ അഭ്യസിപ്പിച്ചത് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരായിരുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരുന്നു.
അവരുടെ അനുചരന്മാരായിരുന്നു. വേണമെങ്കിൽ നമുക്കതിനെ ഒരു ഡിവൈൻ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയാം. ദൈവികമായ വിശുദ്ധമായ ഒരു അതിജീവന കല. നമ്മൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിം ഉമ്മത്തിനോളം അതിജീവനത്തിന് ശേഷിയുള്ള ഒരു സമുദായം ഭൂമുഖത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു നാഗരികത, ഏതെങ്കിലും ഒരു പരിഷ്കൃത സമൂഹം മുസ്ലിം ഉമ്മത്തിനോളം അതിജീവനത്തിലുള്ള ജീനുകളുള്ള ഒരു സമൂഹം ഒരുപക്ഷേ ലോകത്ത് കാണുകയില്ല. പഠിക്കേണ്ട വിഷയമാണ്, അന്വേഷിക്കേണ്ട ഒരു വലിയ ചിന്താവിഷയമാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം സൂചിപ്പിക്കാം. ഒരുപക്ഷേ ലോകത്ത് ഏറ്റവും കുറഞ്ഞ ആത്മഹത്യയുള്ള അല്ലെങ്കിൽ ആത്മഹത്യകൾ അപൂർവമായിരിക്കുന്ന ഒരു സമുദായമുണ്ടെങ്കിൽ അത് മുസ്ലിം ഉമ്മത്ത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ജീർണതകളുടെയും നടുവിൽ, എല്ലാ അധപ്പതനങ്ങളുടെയും എല്ലാ പിന്നാക്കാവസ്ഥയുടെയും നടുവിൽ പക്ഷേ ഈ സമൂഹം ഇപ്പോഴും വേഗത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മനുഷ്യൻ നിരാശനായി ഒരു പിടി കയറിൽ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അപൂർവ സംഭവമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ അഖീദയിൽ, ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ, ഇസ്ലാമിന്റെ പാരമ്പര്യങ്ങളിലും പൈതൃകങ്ങളിലും വളർന്നു വരുന്ന ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം തീരെ നിരാശനായി പോകുന്ന ഒരവസ്ഥ അവനുണ്ടാവുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അവശേഷിക്കുന്ന ഒരു വലിയ സൗഭാഗ്യം തന്നെയാണത്. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിക സമൂഹത്തോളം അതിജീവനത്തിനുള്ള ശേഷിയുള്ള മറ്റൊരു സമൂഹമല്ല. എന്റെ വിഷയം ഇപ്പോൾ അതല്ല, അതുകൊണ്ട് അങ്ങോട്ട് കടന്നു പോകുന്നില്ല. പഠിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും അതിനെ ധീരതയോടെ, അതിനെ ആർജവത്തോടെ അഭിമുഖീകരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്. പ്രവാചകന്മാര് ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമ്മൾ മറന്നുപോകുന്നു എന്നതാണ് പ്രശ്നം. വിശുദ്ധ പ്രമാണങ്ങളിലൂടെ പ്രവാചകന്മാര് പറഞ്ഞു തന്നു എന്തിനാണ് യഥാർത്ഥത്തിൽ ജീവിതം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. സൂറത്തുൽ മുൽക്ക് അല്ലാഹു വിശദീകരിക്കുന്നു. ജീവനും ജീവിതവും പ്രദാനം ചെയ്ത റബ്ബ് വിശദീകരിക്കുന്നു എന്തിനാണ് ജീവിതം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്, മരണവും ജീവിതവും അവൻ പടച്ചിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് വിശിഷ്ടമായി, നിങ്ങളിൽ ആരാണ് ഉദാത്തമായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ. ലിയബ്ലുവക്കും, പരീക്ഷണമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് ഭഗവാന്റെ ലീലയല്ല, ദൈവത്തിന്റെ ഒരു കളിതമാശയല്ല, വിനോദമല്ല. ഖുർആൻ പറഞ്ഞു, വിനോദമായിട്ട് റബ്ബ് ആകാശഭൂമികളെ പടച്ചിട്ടില്ല, വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി. എന്തിനാണ് മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങളുടെ ചക്രങ്ങളിലൂടെ നിന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്? നാഥൻ ലിയബ്ലുവക്കും, നിന്നെ പരീക്ഷിക്കുകയാണ് അല്ലാഹുവിന്റെ ലക്ഷ്യം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. റബ്ബ് പറയുകയാണ്, ഉറപ്പോടുകൂടി പറയുകയാണ്, വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയുന്നു, ആ പരീക്ഷണത്തിൽ നിന്നാരും ഒഴിവല്ല. എന്തുകൊണ്ടൊക്കെ പരീക്ഷിക്കും? ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, കഠിനമായ വിശപ്പ് നൽകി പരീക്ഷിക്കും, നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ നൽകിക്കൊണ്ട്, മരണം നൽകിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇതിലൊക്കെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കുമോ എന്ന് അല്ലാഹുവിന് അറിയണം. ഇഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം റബ്ബ് കൂടുതൽ പരീക്ഷിക്കും. ഇതിലേക്കൊക്കെ, ഈ സത്യങ്ങളിലേക്കൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ണു തുറക്കേണ്ടതുണ്ട്. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവൻ അവരെ കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ പരീക്ഷണങ്ങളിലൂടെ തന്റെ പ്രിയപ്പെട്ട അടിമ അവന്റെ കളങ്കങ്ങളൊക്കെ കഴുകി കറകളൊക്കെ ഇല്ലായ്മ ചെയ്ത് കൂടുതൽ തിളക്കമുള്ള ഈമാനോടുകൂടി തന്റെ ദാസനായിട്ട് ഭൂമുഖത്ത് പുലരണം. പരലോകത്തവന് സ്വർഗം സമ്മാനമായിട്ട് നൽകണം. അതിനുവേണ്ടി റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയപ്പെട്ട അടിമകളെ പ്രത്യേകമായിട്ട് തന്നെ കൂടുതൽ പരീക്ഷിക്കുമെന്ന് പറയുകയാണ്. തീയിൽ പഠിപ്പിച്ച ലോഹം കൂടുതൽ തിളക്കത്തോടുകൂടി നിലനിൽക്കുന്നത് പോലെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യൻ
അവന്റെ പാപത്തിന്റെ കറകളെല്ലാം കളങ്കങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് പൂർവോപരി ശോഭയുള്ള ഈമാനുമായി ആദർശബോധവുമായി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിനുവേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. പ്രവാചകൻ വിശദീകരിച്ചു, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ. പ്രവാചകൻ പറയുകയാണ്, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ. യഥാർത്ഥത്തിൽ മഹത്തായ സമ്മാനങ്ങളും പ്രതിഫലവും ഗുരുതരമായ പരീക്ഷണത്തോടൊപ്പമാണ് അല്ലാഹു വെച്ചിട്ടുള്ളത്. ഗുരുതരമായ പരീക്ഷണത്തോടൊപ്പമാണ് അല്ലാഹുവിന്റെ മികച്ച പ്രതിഫലത്തിന് ഒരാൾ അർഹനായി തീരുക. വഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. പ്രവാചകൻ പറയുന്നു, ഒരു സമൂഹത്തെ റബ്ബ് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ, റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെട്ടാൽ അവൻ അവരെ പരീക്ഷണത്തിലൂടെ കടത്തിക്കൊണ്ടുപോകും. പ്രവാചകൻ പറയുകയാണ്, ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ അവരെ കടത്തിക്കൊണ്ടുപോകും. ഫമൻ റളിയ ഫലഹു റിളാ. ആരെങ്കിലും ആ പരീക്ഷണത്തിൽ തൃപ്തിയടഞ്ഞാലോ, അല്ലാഹുവിന്റെ ആ പരീക്ഷണത്തെ നിറഞ്ഞ സംതൃപ്തിയോടുകൂടി സ്വീകരിച്ചാലോ അല്ലാഹു അവരിൽ തൃപ്തിപ്പെടും. വമൻ സഖിത ഫലഹു സുഖ്ത്. പ്രവാചകൻ വിശദീകരിക്കുകയാണ്, ആരെങ്കിലും ആ പരീക്ഷണത്തോട് കോപത്തോടുകൂടി പുറംതിരിഞ്ഞു നിന്നാലോ, കോപിഷ്ഠനായിക്കൊണ്ടതിനെ സമീപിച്ചാലോ അവൻ അല്ലാഹുവിന്റെ കോപമായിരിക്കും ഉണ്ടാവുക എന്ന് മഹാനായ പ്രവാചകൻ വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, എന്താണ് നമ്മുടെ അവസ്ഥ? അനുഭവങ്ങളെ, നമുക്കുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ ഇസ്ലാമികമായിട്ട് അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കൂ. ഒരുപക്ഷെ നോമ്പിലൂടെ, നിസ്കാരത്തിലൂടെ, ഹജ്ജിലൂടെ അല്ലാഹുവിന്റെ സ്വർഗം അടിച്ചു കളയാം എന്ന് വിചാരിക്കുകയാണ്, പലപ്പോഴും വ്യാമോഹിക്കുകയാണ് വിശ്വാസികൾ. സ്വർഗത്തിലേക്ക് അനായാസം കടന്നുകളയാം. ജീവിതത്തിൽ നേരിടുന്ന അനുഭവങ്ങളെ ഇസ്ലാമികമായിട്ട് അഭിമുഖീകരിക്കുക എന്ന വിഷമകരമായ സംഗതികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കേവലം 17 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട്, ഒരു മാസക്കാലം നോമ്പെടുത്തുകൊണ്ട്, ഒരു ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുകളയാം എന്ന് പലപ്പോഴും വ്യാമോഹിക്കുകയാണ്. സ്വർഗം അത്ര വില കുറഞ്ഞതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ കർശനമായിട്ടുള്ള ശൈലിയിൽ ചോദിച്ചു, അഹസിബന്നാസു അൻ യഖൂലു ആമന്നാ അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അങ്കബൂത്ത് സൂറത്തിലെ ആദ്യത്തെ ആയത്തുകളിൽ അല്ലാഹു ചോദിക്കുകയാണ്, അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങളിതാ വിശ്വാസികളായി എന്ന് പറയുമ്പോഴേക്ക് പരീക്ഷിക്കാതെ വിട്ടുകളയും, നിങ്ങളെ ഒഴിവാക്കുമെന്നാണോ ജനങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ തിരിച്ചറിയണം, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് പരീക്ഷിച്ചത്? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. വിശ്വസിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിൽ സത്യം പറഞ്ഞവൻ ആരാണ്, കള്ളം പറഞ്ഞവൻ ആരാണ്, ഇത് അല്ലാഹുവിന് അറിയണം. അതുകൊണ്ട് തന്നെ നാം അതറിയാൻ വേണ്ടി പരീക്ഷിച്ചിട്ടുണ്ട് മുൻഗാമികളെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ശരി, ഈ പരീക്ഷണങ്ങൾ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? ഏത് ആയുധം ഉപയോഗിച്ച്, ഏത് ഉപകരണം കൊണ്ട് എങ്ങനെയാണ് അതിനെ നമുക്ക് അതിജയിക്കാൻ കഴിയുക? പ്രമാണങ്ങൾ പരതുമ്പോൾ നമുക്കൊരായുധം കിട്ടുന്നുണ്ട്, ഒരു വജ്രായുധം ലഭിക്കുന്നുണ്ട്. ഡിവൈൻ ആർട്ട് ഓഫ് ലിവിംഗ്, ദൈവികമായ അതിജീവനകല പഠിപ്പിച്ച പ്രവാചകന്മാർ നമുക്കൊരു വജ്രായുധം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അഥവാ ഒരൊറ്റമൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വേണം നിങ്ങൾ ഈ അനുഭവങ്ങളെ, ഈ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാനും അതിൽ വിജയം വരിക്കാനും എന്ന് പഠിപ്പിച്ചു. ആ വജ്രായുധം എന്ന് പറയുന്നത് സബ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രമാണങ്ങളിലൂടെ, പ്രവാചകൻ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളിലൂടെ ഈ സബ്റിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. നേരത്തെ ഞാൻ ഓതിവെച്ച ദൈവിക സൂക്തത്തിൽ തന്നെ വലനബ്ലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന ആ വചനത്തിന്റെ ഒടുവിൽ പറയുന്നു വബശ്ശിരി സ്വാബിരീൻ. ആർക്കാണ് സന്തോഷ വാർത്തയുള്ളത്? സബ്റാകുന്ന ആയുധം കൊണ്ട് അതിനെ നേരിടുന്നവർക്കാണ് എന്ന് പറയും. എന്താണ് അവരുടെ വിശേഷം? അല്ലദീന ഇദാ അസാബഹും മുസീബത്ത് ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ ജീവിതത്തിൽ ആപത്തുകൾ നേരിടുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിശ്ചയമായും ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അവനിലേക്ക് മടങ്ങുന്നവരാണ് ഞങ്ങൾ എന്നായിരിക്കും അവരുടെ പ്രതികരണം. നമ്മൾ ആലോചിച്ച് നോക്കും. ഏറ്റവും വലിയ ഷോക്കേൽക്കുകയാണ്, ഏറ്റവും വലിയ അനുഭവങ്ങളുടെ ആഘാതമേൽക്കുകയാണ്.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ പതറിപ്പോകുന്നില്ല, അയാൾ അവിടെ നിരാശനാകുന്നില്ല, അയാളുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നില്ല. അയാൾ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതോ ഒരു മനുഷ്യൻ മരിച്ചു എന്ന് വാഹനത്തിൽ വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ പറയേണ്ട ഒരു ഇസ്തിർജാന്റെ കലിമ മാത്രമല്ല അത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ വിളംബരമാണത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, അവനിലേക്ക് മടങ്ങുന്നവരാണ് എന്നയാൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആ അനുഭവത്തെ ആർജവത്തോടുകൂടി നേരിടുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. നിങ്ങൾ സബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും റബ്ബിനോട് സഹായം തേടുക. നിങ്ങൾ ക്ഷമ കൊണ്ടും അല്ലാഹുവിന്റെ മുമ്പിലുള്ള നമസ്കാരങ്ങൾ കൊണ്ടും പടച്ചവനോട് നിങ്ങൾ സഹായം ചോദിക്കുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു ഈ സബർ പുലർത്തുന്ന ആളുകളോടൊപ്പമാണ് എന്ന് പറയുകയാണ്. ആദർശത്തിലുള്ള അടിയുറപ്പാണ് സബർ എന്ന് പറയുന്നത്. എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും പടച്ചവന്റെ മാർഗത്തിൽ യാതൊരു മാറ്റവും ചാഞ്ചല്യവുമില്ലാതെ അവിടെ അടിയുറച്ചു നിൽക്കുന്നതിനാണ് സബർ എന്ന് പറയുക. അത് ധൈര്യമാണ്, അത് സ്ഥൈര്യമാണ്, അത് ക്ഷമയാണ്, അത് കാത്തിരിപ്പാണ്. ആ നിലക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ കഴിയുന്നവരാരോ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അവരോടൊപ്പമാണ് അല്ലാഹു. അല്ലാഹുവിന്റെ മഅയ്യത്ത്, അല്ലാഹുവിന്റെ സാമീപ്യം അവർക്കാണുള്ളത് എന്ന് പറയുകയാണ്. ഭാഗ്യക്കുറി അടിച്ചവനല്ല യഥാർത്ഥത്തിൽ ഭാഗ്യശാലി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭാഗ്യശാലി എന്ന് പറഞ്ഞാൽ ഈ സബറിന്റെ ഉദവി റബ്ബിൽ നിന്ന് കിട്ടിയവനാണ്. ജീവിതത്തിലെ ചെറുതും വലുതുമായ അനുഭവങ്ങളെ നേരിടാനുള്ള ഈ മഹത്തായ വജ്രായുധം അല്ലാഹുവിൽ നിന്ന് കിട്ടിയവനാരോ. പ്രവാചകന്റെ വാക്കുകളിൽ സബർ വെളിച്ചമാണ്. അസ്സബ്റു ളിയാഉൻ എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. ഈ ക്ഷമ എന്ന് പറയുന്നത് വെളിച്ചമാണ്. ഈ വെളിച്ചം കിട്ടിയവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അയാളാണ് ഏറ്റവും വലിയ ധനാഢ്യനേക്കാൾ, ഏറ്റവും വലിയ അധികാരിയേക്കാൾ, ഏറ്റവും വലിയ കലാകാരനേക്കാൾ, ഏറ്റവും വലിയ പ്രസിദ്ധനേക്കാൾ അസൂയാർഹനായ മനുഷ്യൻ. ഉള്ളിൽ സബറിന്റെ വെളിച്ചം കിട്ടിയവനാണ്. ആ വെളിച്ചം കൊണ്ട് ജീവിതത്തിന്റെ ഇരുട്ടുകളെ മാറ്റുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ സബർ ഒരാൾ ആഗ്രഹിച്ചാൽ പ്രവാചകൻ പറയുകയുണ്ടായി, ഈ സബറിന്റെ വെളിച്ചം എനിക്ക് വേണമെന്നൊരാൾ ഉൾക്കടമായിട്ട് ആഗ്രഹിച്ചു, അതിനുവേണ്ടി അയാൾ പ്രയത്നിച്ചു, അയാൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സമ്മാനം അയാൾക്ക് നൽകും. വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്. ആരെങ്കിലും അത് ആഗ്രഹിച്ചാൽ, അതാർജിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലാഹു അയാൾക്ക് സബർ നൽകും. വമാ ഉഅ്തിയ അഹദുൻ നതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ. ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസ്. പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ ഒരാൾക്ക് സബർ നൽകപ്പെട്ടാൽ അതിനേക്കാൾ വിശിഷ്ടമായ, അതിനേക്കാൾ വിശാലമായ ഒരു അനുഗ്രഹവും ഒരാൾക്കും ലഭിക്കാനില്ല എന്ന് പ്രവാചകൻ വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങളെ ജയിക്കാനുള്ള ഈ വജ്രായുധം കിട്ടിയവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യത്തിലാണ് അയാളുടെ ജീവിതം. ഓരോ നിമിഷവും അയാൾ സ്വർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കുണ്ടാകുന്ന ദുഃഖപൂർണമായ അനുഭവങ്ങൾ, അയാൾക്കുണ്ടാകുന്ന സുഖസമ്പൂർണമായ അനുഭവങ്ങൾ, രണ്ടിലൂടെയും അയാൾ സ്വർഗത്തിലേക്ക് അടുക്കുകയാണ്. പ്രവാചകന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അയാൾ പാപരഹിതനായിട്ട് റബ്ബിനെ കണ്ടുമുട്ടും. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, അല്ലാഹുവിനെ അയാൾ പാപരഹിതനായി കണ്ടുമുട്ടും. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന. വിശ്വാസിയായ ഒരു മനുഷ്യൻ, വിശ്വാസിനിയായ ഒരു സ്ത്രീ, അവർക്ക് പരീക്ഷണങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി. പ്രവാചകൻ വിശദീകരിക്കുന്നു, അവരുടെ ശരീരങ്ങളിൽ, അവരുടെ സന്താനങ്ങളിൽ, അവരുടെ സമ്പാദ്യങ്ങളിൽ അവർക്ക് പരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതീഅ. അവസാനം പാപത്തിന്റെ കളങ്കലേശമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നതുവരെ പരീക്ഷണങ്ങളിലൂടെ അവർ അല്ലാഹു കടത്തിക്കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ. ഓരോ അനുഭവവും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാപം പൊറുപ്പിക്കുന്നതാണ് ആ പരീക്ഷണം എന്ന് പറയുകയാണ്. മഹാനായ പ്രവാചകന്റെ വാക്കുകളിൽ ആയിഷാ ബീവി ഉദ്ധരിക്കുന്നുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുള്ള് തറക്കുന്നത് പോലും അയാൾക്ക് അല്ലാഹു ഒരു സൗഭാഗ്യമായിട്ടാണ് നൽകുന്നത് എന്ന് പ്രവാചകനിൽ നിന്ന് ആയിഷാ ബീവി ഉദ്ധരിച്ച ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാൻ കഴിയും. ഒരു കാലിൽ മുള്ള് തറക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ പാപം പൊറുപ്പിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് പറയുകയാണ്. ആ മുള്ള് തറച്ചതുപോലും അയാൾക്കൊരു അവാർഡായിത്തീരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കും, എന്തൊരു വലിയ അത്ഭുതമാണ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു മുള്ള് തട്ടി അയാളുടെ കാലിൽ, അയാൾ ആ മുള്ള് പറിച്ചെറിയുമ്പോൾ ശാപവാക്കുകളോടുകൂടിയല്ല വലിച്ചെറിയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ വിധി അവിടെ
മനുഷ്യ സ്നേഹത്തിന്റെ ജന്മസഹജമായ മനുഷ്യ സ്നേഹത്താൽ ഇനി മറ്റൊരാളുടെ കാലിൽ കൊള്ളേണ്ടതില്ലല്ലോ എന്ന് കരുതിയിട്ട് അയാൾ മാറ്റിയിടുന്നു, അതിനെ ക്ഷമിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ അയാൾ അതിരുകടക്കുന്നില്ല. അങ്ങനെ ആ അനുഭവത്തെ അയാൾ നേരിടുമ്പോൾ അത് അയാൾക്കൊരു പുണ്യകർമ്മമായി തീരുന്നു. ആ മുള്ളവറക്കലിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല അയാളുടെ ഒരു പാപം പുറത്തു കൊടുക്കുന്നു എന്ന് മഹാനായ പ്രവാചകൻ പറയുകയാണ്. മറ്റൊരിക്കൽ അവിടുത്തെ വാക്കുകൾ ശ്രദ്ധിക്കണം നമ്മൾ. ഇലവൊഴിക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ, ഒരു മരം ഇലവൊഴിക്കുന്നത് പോലെ, ഇല്ലാ ഹത്തല്ലാഹു ബിഹി സയ്യിആതിഹി കമാ തഹത്തു ശജറതു വറഖഹ. പ്രവാചകൻ പറയുകയാണ്, ഒരു മരം ഇലവൊഴിക്കുന്നത് പോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അയാളുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ അള്ളാഹു പൊഴിച്ചു കളയുന്നു. അങ്ങനെ പാപരഹിതനായി കണ്ടുമുട്ടാൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം സിദ്ധിക്കുന്നു ആ മനുഷ്യന്. ഒരു വലിയ ആഘാതമേറ്റു, ഒരു വലിയ അപകടമുണ്ടായി. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അത് അത്യാഹിതമാണ്. അവിടെ നിരാശപ്പെട്ടു പോകുന്നു പലപ്പോഴും മനുഷ്യൻ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പ്രതിയോഗികൾ ഏറ്റവും വലിയ ഇടങ്ങേറുകളിൽ പ്രവാചകനെ പെടുത്തിയപ്പോൾ റസൂലിനോട് പറയാൻ അല്ലാഹു കൽപ്പിച്ചു, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഞങ്ങൾക്ക് അല്ലാഹു വിധിച്ചതല്ലാതെ മറ്റൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. വന്ന അനുഭവം അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതാണ്. ആ വിധിയോട് ഞങ്ങൾ പൊരുത്തപ്പെടുകയാണ്. അവിടെ അസ്വസ്ഥതയില്ല, അവിടെ അലമുറയില്ല, അവിടെ നിരാശയില്ല. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷകൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികൾ അല്ലാഹുവിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് സഹാബത്ത് വളർന്നത്. അതുകൊണ്ടാണ് സഹാബിനിയായ പെണ്ണ് അവരുടെ മകൻ മരിച്ചപ്പോൾ, കുഞ്ഞുമകൻ മരിച്ചപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ ഇല്ലാതായി പോകുമ്പോൾ ഭർത്താവിനോട് ആ വിവരം പറയാൻ ഉപയോഗിച്ച ഒരു കോഡുണ്ട്. അത് ഇന്ന ലില്ലാഹി മാ അഖദ എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന ലില്ലാഹി മാ അഖദ. കുഞ്ഞുമോൻ മരിച്ചു, ഒരു ഉമ്മക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം ഇന്ന ലില്ലാഹി മാ അഖദ, നിശ്ചയമായും അല്ലാഹ് എടുത്തത് അവന് അവകാശപ്പെട്ടതാണ്. അയൽ വീട്ടിൽ നിന്ന് കൈവായ്പക്ക് വേണ്ടി മേടിച്ച ഒരു സാധനം അവര് തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് പോലെ നമ്മൾ കൊടുക്കണമല്ലോ എന്ന് ഭർത്താവിനോട് പറയുന്ന ഒരു ഭാര്യയെ നമ്മൾ ചരിത്രത്തിൽ കണ്ടുമുട്ടുന്നത് അതുകൊണ്ടാണ്. അജബൽ ലി അംരിൽ മുഅ്മിൻ. അതുകൊണ്ട് വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്, വിസ്മയകരമായ ഒരു വ്യക്തിത്വമാണ്. അപകടങ്ങളിൽ, ആഘാതങ്ങളിൽ, മോശമായ അനുഭവങ്ങളിൽ, ദുഃഖങ്ങളിൽ ആളുകൾ തളർന്നു വീഴുമ്പോൾ, ഒരു പിടി കയറി ജീവിതം അവസാനിപ്പിക്കുമ്പോൾ, വിഷം തിന്ന് ചത്തുകൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾ അരക്ഷിതരായിട്ട് ഉഴന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഈ വെളിച്ചവുമായിട്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ജീവിതത്തിന്റെ രംഗങ്ങളിൽ, ഈ വിഷയങ്ങളിലൊക്കെ നമ്മുടെ അനുഭവം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ വളരെ സൗകര്യപ്രദമായ സന്ദർഭങ്ങളിൽ ഞാൻ വളരെ ദീനിയായിരിക്കും. നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു ജീർണത. ഒരുപക്ഷെ എനിക്ക് സൗകര്യങ്ങളുള്ളപ്പോൾ, എനിക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ല ഒരു കച്ചവടമുണ്ട്, നല്ല ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, അത്യാവശ്യം അനന്തര സ്വത്തുണ്ട്, സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങളുണ്ട്, ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു വീടുണ്ട്, നല്ല ഉദ്യോഗമുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഞാൻ വളരെ ദീനിയാണ്. അള്ളാഹുവും ദീനുമൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളിൽ എന്റെ പങ്കാളിത്തമുണ്ട്. ഇതൊക്കെ ഒന്നില്ലാതാകുന്ന ഒരു സന്ദർഭം നമ്മൾ ആലോചിച്ച് നോക്കും. നമുക്ക് ജീവിതത്തിൽ തിരിച്ചടി എന്ന ആളുകൾ പറയുന്ന രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ സമീപനം ദീനിനോട് എന്തായിരിക്കും? അള്ളാഹുവിനോട് എന്തായിരിക്കും? ജമാഅത്ത് നമസ്കാരങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അല്ലാഹു പറയുകയാണ്, ചില ആളുകൾ അല്ലാഹു ആദരിച്ച് അനുഗ്രഹിച്ച് അവർക്ക് ചിലതൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയും റബ്ബി അക്രമൻ, അല്ലാഹു എന്നെ ആദരിച്ചിരിക്കുകയാണ്, അല്ലാഹു എന്നെ ബഹുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ നിയമത്തൊക്കെ കിട്ടിയത്. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അല്ലാഹു ഒന്ന് പിടിച്ചു അയാൾക്ക് അല്ലാഹു കൊടുത്ത വിഭവങ്ങളൊന്ന് ചുരുക്കി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊന്ന് തളർത്തി, ബിസിനസ് ഒന്ന് പൊളിഞ്ഞു എന്നൊരവസ്ഥ വരുമ്പോൾ ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അല്ലാഹു എന്നെ നിന്ദിച്ചു കളഞ്ഞല്ലോ, എന്റെ രക്ഷിതാവിനെ അപമാനിച്ചല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്നോട് ഇങ്ങനെയാണല്ലോ അല്ലാഹു പെരുമാറിയത് എന്ന ഏറ്റവും വലിയ ഒരു നന്ദികേടിന്റെ അവസ്ഥയിലേക്ക് മനുഷ്യന്റെ വാക്കുകൾ പോകുന്നു, അവന്റെ പ്രവൃത്തി പോകുന്നു. തിരിച്ചടികൾ നേരിടുന്ന മനുഷ്യരെ ജമാഅത്തിൽ പിന്നെ കാണാറില്ല.
അല്ലെങ്കിൽ അത്തരം നല്ല നല്ല സംരംഭങ്ങളിൽ അവരെ കാണാറില്ല. ഇസ്ലാമികമായ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ അവരെ പലപ്പോഴും കാണാറില്ല. ഇവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. വിശ്വസിച്ചു എന്ന് പറഞ്ഞത് സത്യമാണോ കളവാണോ എന്ന് അല്ല പരീക്ഷിക്കുന്ന ആ സന്ദർഭങ്ങളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ തെളിഞ്ഞു കാണേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ വളരെ ഗൗരവത്തോടുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുക. ചരിത്രത്തിൽ പ്രകാശദീപമായി നിൽക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നോക്കുക. അവിടെ നമ്മൾ കാണുന്നു മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ അനുഭവത്തിലൂടെ കടന്നുപോയ മഹാനായ പ്രവാചകനാണ്. കഠിനമായ വേദനകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിച്ചു. അള്ളാഹു എല്ലാം നൽകി, അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകി, സമ്പത്ത് നൽകി, എല്ലാവിധത്തിലുള്ള സമ്പത്തും നൽകി. കാലി സമ്പത്ത് കൊടുത്തു, അതുപോലെ കൃഷി സമ്പത്ത് കൊടുത്തു, നല്ല കുടുംബത്തെ നൽകി, ഭാര്യയെ നൽകി, സൽസന്താനങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്തു. ഒരുപാട് സുഹൃത്തുക്കളെയും അനുയായി വൃന്ദത്തെയും അള്ളാഹു നൽകി. എല്ലാം കൊണ്ടും അനുഗ്രഹിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ അള്ളാഹു ഒരു നാൾ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഓരോ അനുഗ്രഹവും ഒന്നൊന്നായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പിൻവലിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സമ്പത്ത് നശിക്കുന്നു. പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ, സമ്പത്ത് നശിക്കുന്നു. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ എല്ലാവിധ വിഭവങ്ങളും, മക്കൾ മരിക്കുന്നു. അദ്ദേഹം വലിയ രോഗബാധിതനായി തീരുന്നു. ഓരോരുത്തരും അകന്നകന്നു പോവുകയാണ്. സുഹൃത്തുക്കളെ പിൻവലിക്കുന്നു. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല എന്ന് പണ്ട് കവി പാടിയല്ലോ. അതുപോലെ ഓരോരുത്തരായി വിട്ടുവിട്ടു പോവുകയാണ്. അവസാനം സുശീലയായ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമുണ്ട് അദ്ദേഹത്തോടൊപ്പം. നമ്മൾ ആലോചിച്ചു, സമ്പത്ത് നൽകപ്പെട്ട മനുഷ്യൻ, സന്താന ഭാഗ്യം ലഭിക്കപ്പെട്ട മനുഷ്യൻ, പ്രവാചകത്വം നൽകപ്പെട്ട മനുഷ്യൻ, എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതനായ ധന്യനായ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണം നടത്തുകയാണ്. അള്ളാഹുവിനറിയണം, അദ്ദേഹത്തിന്റെ ഈമാൻ പരീക്ഷിക്കുകയാണ്. കൂടുതൽ നല്ല മനുഷ്യനാക്കി അദ്ദേഹത്തെ അള്ളാഹു മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, അവസാനം തന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും മഹാനായ അയ്യൂബിനോട് പറഞ്ഞത്രേ എന്തോ ഒരു അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക്. അവസാനം അദ്ദേഹം സുബറോടുകൂടി ഇതിനെല്ലാം നേരിട്ടു. വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്, നമ്മൾ കണ്ണു തുറന്നു നോക്കേണ്ട ഭാഗങ്ങളാണതൊക്കെ. ഇന്നാ വജദ്നാഹു സാബിറൻ, ആ പരീക്ഷണങ്ങളുടെ നെരിപ്പോടിൽ നാം അദ്ദേഹത്തെ കണ്ടു. സാബിറൻ, ക്ഷമാലുവായി കണ്ടു, സംയമനമുള്ളവനായി കണ്ടു, സഹനശീലനായി കണ്ടു, സ്ഥൈര്യമുള്ളവനായി കണ്ടു, അനുഭവങ്ങളെ ഇസ്ലാമികമായി അഭിമുഖീകരിക്കുന്നവനായി കണ്ടു, നമ്മിൽ നിന്ന് അകലാതെ ആ മാർഗത്തിൽ അടിയുറപ്പോടുകൂടി നിലകൊള്ളുന്നവനായി കണ്ടു. ഇന്നാ വജദ്നാഹു നിഅമൽ അബ്ദ്, എത്ര നല്ല ദാസനാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ പ്രശംസ. കോടിക്കണക്കിന് ഡോളറുകൾ കൊടുക്കുന്ന സമ്മാനങ്ങളെക്കാൾ, അവാർഡുകളെക്കാൾ എത്രയോ മൂല്യമുള്ള പ്രപഞ്ചനാഥന്റെ പ്രശംസ. നിഅമൽ അബ്ദ്, എത്ര നല്ല ദാസനാണ് അദ്ദേഹം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രശംസിക്കുകയുണ്ടായി. അവസാനം അദ്ദേഹത്തിന്റെ അനുയായ വൃന്ദം, പിരിഞ്ഞുപോയ ആളുകൾ, അവരിൽ പിശാച് പ്രവർത്തിക്കുന്നു. അവര് പറയുന്നു അയ്യൂബിൽ നിന്ന് അള്ളാഹു വിട്ടുപോയിരിക്കുകയാണ്, അയ്യൂബിനെ അള്ളാഹു അവഗണിച്ചിരിക്കുകയാണ്, അള്ളാഹുവിന്റെ അടുത്തുള്ള സ്ഥാനം അവന് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ അടിക്കടി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളും പലപ്പോഴും അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, ഒരു സഹോദരൻ എന്തോ ഒരു തിരിച്ചടി നേരിട്ടു. ഭൗതികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായി. ഒന്നിനു പിറകെ ഒന്നായിട്ട് മകൻ മരിച്ചു. ആ ദുഃഖം തീരുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അതിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് വേറെ വലിയ തകർച്ചകൾ, സാമ്പത്തികമായ നഷ്ടമുണ്ടായി. ഇങ്ങനെ ഓരോ നിലക്കും അയാൾ അങ്ങനെ നമ്മുടെ ഭൗതികവാദ വീക്ഷണപ്രകാരം നോക്കിയാൽ തോറ്റുകൊണ്ടിരിക്കുമ്പോ നമ്മളും പറയും അള്ളാന്റെ ലേനത്താണോ, അള്ളാന്റെ ശാപമാണോ, അയാളെ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് മാറി അയാൾ അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അയ്യൂബ് നബിയുടെ അനുയായ വൃന്ദത്തിനിടയിൽ പിശാച് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ അവർ പറയാൻ തുടങ്ങി അയ്യൂബിനെ പടച്ചവൻ കൈവിട്ടു എന്ന്. അത് അദ്ദേഹത്തിന് വല്ലാത്ത വേദനയുണ്ടാക്കി. റബ്ബിനോട് പറയുകയാണ്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. എന്തൊരു പ്രാർത്ഥനയാണത്! ചരിത്രത്തിൽ ഇതുപോലൊരു പ്രാർത്ഥനയില്ല. അതുല്യമായ മാന്യതയുടെ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ ഏറ്റവും വിശിഷ്ടമായ സംസ്കാരത്തിലുള്ള പ്രാർത്ഥന. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, തന്റെ രക്ഷിതാവിനെ അയ്യൂബ് വിളിച്ച സന്ദർഭം അദ്ദേഹം പറഞ്ഞു, അന്നീ മസ്സനിയൽ ദുർറു, പടച്ചവനെ ഞാൻ ദുരിതം ബാധിച്ചവനാണല്ലോ, എന്റെ ദുരിതം ബാധിച്ചിരിക്കുകയാണല്ലോ. വഅൻത അർഹമുർ റഹീമീൻ, എനിക്കത് മാറ്റിത്താന്ന് പോലും പറയുന്നില്ല.
വഅന്ത അർഹമുർ റഹീമീൻ, നീ മഹാകാരുണ്യവാനാണല്ലോ. റബ്ബേ, ആ സബറോടുകൂടി അനുഭവങ്ങളെ മുഴുവൻ നേരിട്ടിട്ട് ഒടുവിൽ അദ്ദേഹം അല്ലാഹുവിനോട് കൈകൾ ഉയർത്തുകയാണ്, പടച്ചവനെ, ഞാൻ ദുരിതബാധിതനാണല്ലോ, നീ കാരുണ്യവാനാണല്ലോ. അതിനിടയിൽ വേറൊന്നും പറയുന്നില്ല. അങ്ങേയറ്റം വാചാലമാണ്. 2 വാക്കിൽ 1000 വാക്കുകളുടെ ധ്വനിയുണ്ട്. മഹാനായ പ്രവാചകൻ ഏറ്റവും മാന്യമായ പ്രാർത്ഥന, ഇന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ, ഞാൻ ദുരിതബാധിതനാണല്ലോ, പടച്ചവനെ, നീയാണെങ്കിൽ കാരുണ്യവാനുമാണ്. ആ പ്രാർത്ഥന റബ്ബ് കേട്ടു. ഫസ്തജബ്നാ ലഹു, ഈ അയ്യൂബിന്റെ സ്ഥാനത്ത് എന്നെ നിർത്തി ഞാൻ പരിശോധിക്കണം, എന്റെ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി ഞാൻ പരിശോധിക്കണം. ഒരുപക്ഷേ മനുഷ്യരങ്ങനെ തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ഞാനും അവരെ പോലെ തളർന്നു പോവുകയാണല്ലോ, പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഇന്നാ വജദ്നാഹു സാബിറൻ, പരീക്ഷണങ്ങളുടെ മേഖലകളിൽ സാബിറായിട്ട് എന്നെ കണ്ടുമുട്ടാൻ ഒരവസരമുണ്ടാകുന്നില്ലല്ലോ. അള്ളാഹുവിനോടുള്ള ആ പ്രാർത്ഥന, ക്ഷമാപൂർണമായ കാത്തിരിപ്പിന് ശേഷം അള്ളാഹുവിനോട് നടത്തിയ ഏറ്റവും മാന്യമായ സുന്ദരമായ ആ പ്രാർത്ഥന അള്ളാഹ് ഉത്തരം നൽകി. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തെ ബാധിച്ച ദുരിതം അള്ളാഹു നീക്കിക്കൊടുത്തു. വആതൈനാഹു, കാരണം അദ്ദേഹം പരീക്ഷണത്തിൽ വിജയിച്ചു, സബർ എന്ന് പറയുന്ന ആയുധം കൊണ്ട് അദ്ദേഹം വിജയിച്ചു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, അല്ലാഹ് പറയുകയാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് അള്ളാഹു വീണ്ടും കുടുംബത്തെ നൽകി, കുടുംബത്തിന്റെ സന്തോഷം നൽകി. പോരാ, വമിസ്ലഹും മഅഹും, അതുപോലെ അത്ര തന്നെ വേറെയും അള്ളാഹ് കൊടുത്തു. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്റെ അടിമ ആ പരീക്ഷണങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ സബർ, ക്ഷമ പാലിച്ചുകൊണ്ട് അതിനെ നേരിടുകയും വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് നാം അതുപോലെ ഇരട്ടി നൽകുകയാണ്. വമിസ്ലഹും മഅഹും, അതുപോലെ ആ കുടുംബത്തെ പോലെ അള്ളാഹു വീണ്ടും ഇരട്ടി അനുഗ്രഹം അദ്ദേഹത്തിന് നൽകി. റഹ്മത്തൻ മിൻ ഇന്ദിനാ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമായി. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമായി. വഅന്ത അർഹമുർ റഹീമീൻ എന്നാണല്ലോ പറഞ്ഞത്. പടച്ചവനെ, നീ കാരുണ്യവാനാണ്. ഇതാ എന്റെ കാരുണ്യം, റഹ്മത്തൻ മിൻ ഇന്ദിനാ, എന്നിൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യമായി. വദിക്റാ ലിൽ ആബിദീൻ, അതുപോലെ ദാസന്മാർക്ക്, അള്ളാഹുവിന്റെ മറ്റ് അടിയാറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്ബോധനമായി, ഒരു മാതൃകയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അടിമകൾക്കായി റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യപൂർവ്വം അവതരിപ്പിച്ച ഈ ഉത്ബോധനത്തെ തീർച്ചയായും നമ്മൾ സഹർഷം ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. അവൻ നമ്മുടെയും ജീവിതങ്ങളെ ഈ അർത്ഥത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.